CPIM മാലൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവും ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് വരുന്നവർക്കുള്ള സ്വീകരണവുമാണ് മാലൂർ സിറ്റിയിൽ വെച്ച് നടന്നത്. പരിപാടി CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയാം, നേരത്തെയുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ട് ഇപ്പോൾ ഒരു വലതുപക്ഷ ഭരണമാണ് കേരളത്തിൽ അധികാരത്തിൽ തുടരുന്നത്. മെയ് 18 VD സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ലീഗ് ഭരണം കേരളത്തിൽ നിലവിലുണ്ട്. ആ ഭരണം ഇപ്പോൾ 3 മാസത്തിനകം എങ്ങനെയാണ് കേരളത്തെ നയിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുക. തുടക്കത്തിൽ തന്നെ കണ്ടില്ലേ, കേരളത്തിലെ UDFന് അധികാരം കിട്ടിയപ്പോൾ വലിയ നിരക്ക് അഹങ്കാരത്തോടുകൂടിയാണ് കേരളത്തിൽ കോൺഗ്രസും ലീഗും സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ തോൽവി തന്നെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത്. 10 വർഷം ഈ സംസ്ഥാനം ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തുകൊണ്ട് തോൽവിയുണ്ടായി? കൃത്യമായി CPIM പരിശോധിക്കുകയുണ്ടായി. നിങ്ങൾക്കറിയാം, മറ്റു പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. C. ജനാർദ്ദനൻ അധ്യക്ഷനായി. CPIM കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി M. സുകുമാരൻ, NR സക്കീന, A. പുഷ്പരാജൻ മാസ്റ്റർ, T. നാരായണൻ, K. ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈ വിഷൻ ന്യൂസ്, മാലൂർ.